2026 റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനം S-400ന്റെ 2 യൂണിറ്റുകൾ കൂടി ഇന്ത്യക്ക് ലഭിക്കും. റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് കരാർ പ്രകാരം ശേഷിക്കുന്ന S-400 യൂണിറ്റുകളുടെ കൈമാറ്റം വൈകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുത്ത S-400 സംവിധാനം രാജ്യത്തിന് ശക്തമായ പ്രതിരോധ കവചം തീർത്തിരുന്നു. റഷ്യ വികസിപ്പിച്ച ദീർഘദൂര ഭൂതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-400. ലോകത്തിലെ ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്ന്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ഇന്ത്യ ഫലപ്രദമായി തകർത്തത് S-400 ഉപയോഗിച്ചായിരുന്നു. ഒക്ടോബറിലാണ് S-400 സംവിധാനത്തിന്റെ 5 യൂണിറ്റുകൾ വാങ്ങുന്നതിനായി ഇന്ത്യ റഷ്യയുമായി $5 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചത്. അമേരിക്കയുടെ കടുത്ത എതിർപ്പ് മറികടന്നായിരുന്നു കരാർ. 24 മാസത്തിനകം S-400 യൂണിറ്റുകൾ ലഭ്യമാക്കുമെന്നായിരുന്നു റഷ്യ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ നിരവധി കാരണങ്ങളാൽ വിതരണം വൈകി. പിന്നീട് 2021 ഇന്ത്യക്ക് കൈമാറിയത്. 3 ഇതിനകം നൽകി. ഇനി കൈമാറാനുള്ള 2 യൂണിറ്റുകൾ അടുത്ത വർഷത്തോടെ ഇന്ത്യക്ക് കൈമാറും. വ്യോമ പ്രതിരോധത്തിലും ആന്റി ഡ്രോൺ സംവിധാനങ്ങളിലും ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ ഡെപ്യൂട്ടി അംബാസിഡർ റോമൻ ബാബുഷ്കിൻ അറിയിച്ചു. The visit is the scheduled one. It is part to the extensive calendar of political contacts between the two countries during the course of this year, which will be culminating in the visit of the president here. The dates are not yet finalized, but it can happen anytime soon. നിലവിലുള്ള എല്ലാത്തരം ആധുനിക വിമാനങ്ങളെയും നേരിടാൻ S-400 യൂണിറ്റുകൾക്ക് ശേഷിയുണ്ട്. ഈ സംവിധാനത്തിന്റെ റഡാറുകൾക്ക് 600 കിലോമീറ്റർ അകലെയുള്ള വ്യോമ ഭീഷണികളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. 400 കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് തന്നെ ശത്രു ഡ്രോണുകളും മിസൈലുകളും തകർക്കാനാകും. സുദർശൻ ചക്ര എന്നാണ് S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിന് സായുധസേന നൽകിയിരിക്കുന്ന പേര്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന S-400 സംവിധാനവും അടുത്ത വർഷം സേനയുടെ ഭാഗമായേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.